ഇസ്രായേൽ ആക്രമണം നിർത്താതെ ആണവ വിഷയത്തിൽ ചർച്ചകൾക്കില്ല എന്നാണ് ഇറാൻ നിലപാട് വ്യക്തമാക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ചർച്ചയ്ക്കിടെയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ ഇറാൻ നിലപാട് ആവർത്തിച്ചു എന്നാണ് പുതുതായി ഈ മണിക്കൂർ വരുന്ന വിവരം. ഇറാന്റെ ആണവ പദ്ധതികൾ ലോകത്തിന് ഭീഷണിയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ഇരു രാജ്യങ്ങളും ആക്രമണം തുടരുന്ന ആ ദൃശ്യങ്ങളാണ് പുതുതായി രണ്ട് രാജ്യങ്ങളിൽ നിന്നും വരുന്നത്. ആക്രമണത്തിന്റെ തീക്ഷ്ണത എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇസ്രായേലിലെ ടെല്ലവീവ്, ഹൈഫ അടക്കമുള്ള പല സ്ഥലങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരമാവധി ആളുകൾ ബങ്കറിൽ സുരക്ഷാ ഇടം തേടിയതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. ഇറാൻ ടെലിവിഷൻ പുറത്തുവിട്ടു എന്ന തരത്തിൽ വന്ന ദൃശ്യങ്ങളാണ്. അത് അമേരിക്കൻ ബോംബർ വിമാനമാണല്ലോ. അക്കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വേണമെന്ന് തോന്നുന്നു. പുതിയ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി, പ്രധാനപ്പെട്ട വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് നൽകിയ ദൃശ്യമാണത്. ആ ദൃശ്യമാണ് നമ്മളും ഇപ്പോൾ കാണിക്കുന്നത്. റോയിട്ടേഴ്സ് പങ്കുവച്ച ദൃശ്യങ്ങളാണ് ഞങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അന്താരാഷ്ട്രത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ ദൃശ്യങ്ങളും അവരാണ് പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായും അത് ആധികാരികമായി വരുന്ന ദൃശ്യങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് അത് പങ്കുവയ്ക്കപ്പെടാറ്. റോയിട്ടേഴ്സിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ വരുന്നത്. നോർത്രോപ്പ് B2 സ്പിരിറ്റ് എന്ന US നിർമ്മിത ആയുധങ്ങൾ വഹിക്കുന്ന വിമാനമാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആ നിലയിൽ വലിയ കടുത്ത നിലയിലേക്ക് വലിയ ബോംബർ വിമാനമാണ്, വലിയ പ്രഹരശേഷിയുള്ള വിമാനമാണ്. അതൊക്കെ ഇപ്പോൾ ഇസ്രായേൽ ഉപയോഗിക്കുകയാണോ അതോ അമേരിക്ക നേരത്തെ തന്നെ പല ഫൈറ്റർ ജെറ്റുകളും ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക യുദ്ധത്തിൽ പങ്കാളികളാകുന്നുണ്ടോ എന്നൊക്കെ സംശയം സ്വാഭാവികമായിട്ട് ഈ ദൃശ്യങ്ങൾ നമ്മളുടെ മുന്നിൽ വയ്ക്കുന്നത്. രണ്ടാഴ്ച കാത്തിരിക്കണം. ഞങ്ങളുടെ നിലപാട് എന്താണ്, ഞങ്ങൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ എന്തായിരുന്നു. ചിലപ്പോൾ ഞാൻ യുദ്ധം ചെയ്യും, ചിലപ്പോൾ യുദ്ധം ചെയ്യാതിരിക്കും ട്രംപ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചിലപ്പോൾ സമാധാനത്തിന്റെ നൊബേലിന് പാകിസ്ഥാൻ പിന്തുണച്ചിരിക്കുന്നതാണ് കൗതുകരമായ കാര്യം. സാധാരണ നമ്മുടെ നാട്ടിൽ സോപ്പിടുക എന്ന് പറയില്ലേ, അത്രയായി കണ്ടാൽ മതി. സമാധാനത്തിൽ നൊബേൽ പുരസ്കാരത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് നിർദ്ദേശിക്കുക എന്നത് എന്താണ്? ഞങ്ങളുടെ വിമാനത്താവളങ്ങളെല്ലാം എടുത്തോളൂ, ഞങ്ങൾക്ക് കുറച്ച് ഫൈറ്റർ ജെറ്റുകൾ കിട്ടിയാൽ മതി, അതിന് പകരം ഞങ്ങളിതാ അങ്ങേ സമാധാനത്തിൽ നൊബേലിന് നാമനിർദ്ദേശം ചെയ്യാവുന്നതൊക്കെ ആയിരിക്കും അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ. നമുക്ക് നോക്കാം. അശ്വജിത്ത് നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വജിത്ത്, ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ വളരെ ഭയമുണ്ടാക്കുന്ന കാഴ്ചയാണ്. കാരണം ഏതൊക്കെ വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്, അമേരിക്കയുടെ ഏതെങ്കിലും ഒരു പങ്കാളിത്തം ഇതിലുണ്ടോ അതോ ഇസ്രായേലിന്റെ തന്നെ ബോംബർ വിമാനങ്ങളാണോ എന്ന് അറിയില്ല. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണം ഈ നിമിഷത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും? ദിവിഷ്, ആക്രമണം അയവില്ലാതെ തന്നെ തുടരുകയാണ് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യുന്നത്. അത് സംബന്ധിച്ചുള്ള ചില ദൃശ്യങ്ങളും ഏറ്റവും ഒടുവിലായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും നൽകുന്നുണ്ട്. ഈ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിൽ ടെല്ലവീവ് നഗരത്തിൽ നിരന്തരം അടുപ്പിച്ച് സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ വളരെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരം പുറത്തു വരുന്നത്. ഇറാനിൽ കാര്യമായ ഒരുപക്ഷെ ലേറ്റസ്റ്റായ അപ്ഡേറ്റ് ഇറാനിൽ നിന്നുള്ളത് വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ അടുത്ത മിനിറ്റുകൾ തന്നെ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇനി ഏറ്റവും ഒടുവിൽ ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആൾനാശം ഇന്നലെ കഴിഞ്ഞ രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ കാര്യമായ ആൾനാശം ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊരു വലിയ ആശ്വാസം. ഈ ഇസ്രായേൽ കൂടുതലായും ഇറാന്റെ മിസൈൽ നിർമ്മിത കേന്ദ്രങ്ങളും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നതാണ് വിവരം. ഒപ്പം ഈ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ആണവോർജ കേന്ദ്രങ്ങളുമൊക്കെ വലിയ തോതിൽ ടാർഗറ്റ് ചെയ്തിരുന്നു. പക്ഷേ അത് ഇനി ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. കാരണം കഴിഞ്ഞ ദിവസം UN കടുത്ത വിമർശനമാണ് ഇസ്രായേൽ നേരിട്ടത് ആണവോർജ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, ഒരു വശത്ത് ഈ യുദ്ധം തീവ്രമായി നടക്കുമ്പോൾ മറുവശത്ത് അന്താരാഷ്ട്ര സമൂഹം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ യുദ്ധം തീർക്കാനുള്ള അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുമാണ്. ആ ചർച്ചകളുടെ വിശദാംശത്തിലേക്ക് വന്നാൽ അതിലേറ്റവും പ്രധാനം ഒരുപക്ഷെ ഇന്നും ഡൊണാൾഡ് ട്രംപിന്റെ ഒരു നിലപാട് തന്നെയായിരിക്കും. ട്രംപിന്റെ ഒരു പ്രതികരണമുണ്ട്, അതൊന്ന് കേട്ടിട്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാൻ തോന്നുന്നു, അല്ലേ ദിവിഷ്? ശരി, തീർച്ചയായും. Well, then my intelligence community is wrong. Who in the intelligence community said that? Your Director of National Intelligence, Tulsi Gabbard. She's wrong. ഇത് ഒരുപക്ഷെ റിപ്പോർട്ടറുടെ അന്താരാഷ്ട്ര മാധ്യമത്തിൻ്റെ ആ റിപ്പോർട്ടർ ചോദിക്കുന്നത്, നിങ്ങളുടെ തന്നെ US-ന്റെ തന്നെ ഒരു ഇൻ്റലിജൻസ് ഏജൻസി പറയുന്നുണ്ട് ഇറാനിൽ ഈ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതി ഇല്ലല്ലോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് US-ന് തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് തെറ്റാണ്. അതായത് താൻ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇറാന്റെ ആണവ ഗവേഷണങ്ങൾ അത് ആയുധമുണ്ടാക്കാൻ തന്നെയാണ്, അത് ലോകത്തിന് വലിയ വിനാശം ഉണ്ടാക്കുമെന്ന നിലപാടിൽ ട്രംപ് ആവർത്തിക്കുകയാണ്. അതുകൊണ്ട്
ട്രംപ് ഒരു തരത്തിലും ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ലഘൂകരിക്കാനുള്ള തീരുമാനത്തിലല്ല, അങ്ങനെ ഒരു മൈൻഡിലല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാവുന്നത്. ഒരുപക്ഷെ രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ 2 ആഴ്ച സമയം കൊടുത്തിട്ടുണ്ട്. ആ 2 ആഴ്ച എന്നുള്ളത് ഒരു പരിപൂർണമായ സമയമല്ല, അതിനുള്ളിൽ തന്നെ തങ്ങളുടെ ആക്രമിക്കാൻ